ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു റാപ്പ് ക്രോപ്പ് ടോപ്പാണ് ചെയ്യാൻ പോണത്. ഒരു ബട്ടർഫ്ലൈ മോഡലിലാണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് വി നെക്ക് വന്നിട്ട് ബാക്കിൽ റൗണ്ട് ആക്കിയിട്ട് സ്ക്വയർ പോലെ നമുക്ക് ചെയ്യാം. അതായത് സ്ക്വയർ എന്ന് മീൻസ് അതാ പിക്ചറാണ് ഞാനിപ്പോൾ വരച്ച് കാണിക്കണം. നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പുകൾ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. കണ്ട രണ്ട് വള്ളി അങ്ങനെ ആണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പല മോഡലുകളിലും ചെയ്യാം. ഒന്ന്, അതായത് വേസ്റ്റ് ഷേപ്പ് ചെയ്യുന്നുണ്ട്, സ്ലീവ് ബട്ടർഫ്ലൈ ആയിട്ട് നമുക്ക് ചെയ്യാം. ബട്ടർഫ്ലൈ പോലെ, അതായത് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഒരു ഭയങ്കര ലൂസായിട്ട് വന്നിട്ട് സ്ലീവ് ലൂസായി വന്നിട്ട് വേസ്റ്റ് ഷേപ്പായിട്ട് നമുക്ക് എടുക്കാം. അത് തന്നെ പല രീതിയിൽ വേസ്റ്റ് ഇച്ചിരി ലൂസ് വന്നാലും കുഴപ്പമില്ല. ഓവർ ലൂസ് വന്നാൽ നമുക്ക് അറ്റത്ത് ചരട്, അതായത് ചരട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ട് ചരട് കയറ്റിയിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് പോലെ ആക്കിക്കൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ ടോപ്പ് എടുക്കാൻ പോകുന്നത്, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് നമുക്ക് ഒരു, അതായത് കുറച്ച് ലെങ്ത് ആണ് വേണ്ടത്. ഓവർ ലെങ്ത് ഇതിനെ എടുക്കാൻ പാടില്ല. ഓവർ ലെങ്ത്, അതായത് ക്രോപ്പ് ടോപ്പാണ്, ജീൻസിന്റെ കൂടെ ഒക്കെ ഇടുന്ന ടോപ്പാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് കൂടുതൽ ലെങ്ത് പാടില്ല. പിന്നെ അതുപോലെ തന്നെ മടക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിൽ ഫോൾഡ് ഇട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് പല മുകളിൽ സ്റ്റിച്ച് വരും. അപ്പൊ ആ സ്റ്റിച്ചിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തുണിയുണ്ട് ഉള്ളപ്പോൾ നമുക്കിതിന് വളരെ കുറച്ച് തുണിയും മതി. അതായത് 44 സൈസ്, പിന്നെ 42 ഇഞ്ചിന്റെ, 44 ഇഞ്ചിന്റെ, 36 ഇഞ്ചിന്റെ ഒക്കെ തുണികളും മതി. നമുക്ക് ഓരോരുത്തരുടെ വണ്ണം അനുസരിച്ചാണ്. ഇത് ഞാൻ 44 ഇഞ്ചിന്റെ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് തന്നെ ബെൽറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലെങ്ത് ഒരു 16, 15, 18 ഹൈറ്റ് അനുസരിച്ച് ആ ഒരു ലെവലിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മോളിൽ ഫോൾഡ് ആണെങ്കിൽ നമുക്കത് അത്രയും സൗകര്യമായിരിക്കും. മുകളിൽ ഫോൾഡ് ആക്കി എടുക്കുമ്പോൾ പിന്നെ അല്ലെങ്കിൽ വീണ്ടും അത് സ്റ്റിച്ച് വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഈ ടോപ്പ് വെട്ടി തയ്ച്ചെടുക്കാം. അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള, വല്ല ലേസൊക്കെ വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഫാഷൻ അനുസരിച്ചാണ് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അളവ് ഞാൻ കഴുത്തകലം എടുക്കുന്നത്, അതായത് ഷോൾഡർ വരുന്നത് 16 ആണ്. അതുകൊണ്ട് കഴുത്തകലം ഞാൻ 3.5 എടുക്കുന്നത് കേട്ടോ. കഴുത്തകലം 3.5 കൊടുക്കുന്നത്. കാരണം ഷോൾഡർ 16 വരുന്നത് കാരണം. ഇത് ഷോൾഡർ 16, 16, 32, അതായത് 32 ഇഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ അളവ് നോക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു അളവ്, അതായത് ഇത് എങ്ങനെ തുണി എടുക്കുക, തുണി എങ്ങനെ എടുത്താലും നമുക്കിത് ചെയ്യാൻ പറ്റും. എന്നാൽ ആ തുണി എങ്ങനെ എടുക്കണ്ടേ എന്ന് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ 3.5 കഴുത്തകലം എടുത്തു. കഴുത്തിറക്കം ഞാനൊരു 2.5 എടുക്കുന്നത്. അതുപോലെ തന്നെ അത് ബാക്കാണ് 2.5 എടുക്കുന്നത്. ഫ്രണ്ട് ഞാൻ 6, 6.25, 7, അത് നിങ്ങൾക്ക് സൗകര്യം പോലെ എടുക്കാം. ഞാനിപ്പോൾ ഒരു വി നെക്കാണ്. എന്നിട്ട് അതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. സ്ലീവ് എന്ന് പറയുന്നത്, സ്ലീവിൽ ഞാനൊരു ബട്ടർഫ്ലൈ സ്ലീവ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബട്ടർഫ്ലൈ സ്ലീവ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ വന്ന് എന്നിട്ട് വേസ്റ്റ് ഷേപ്പായിട്ട് കൊടുത്തേക്കണം. ഷേപ്പ് എന്ന് വെച്ചാൽ ഓവർ ഷേപ്പിലൊന്നും അല്ല വേസ്റ്റ് കൊടുത്തേക്കുന്നത്. ഇത് 44 ഇഞ്ച് വീതിയുള്ള വിട്ടുള്ള തുണിയാണ്. അതുപോലെ തന്നെ വണ്ണം 38 സൈസ് വന്നേക്കണത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് വേസ്റ്റ് കൂടുതലാണ്. ഇപ്പോഴും ഈ വേസ്റ്റ് കൂടുതലാണ് വളരെ. അതായത് ഈ വേസ്റ്റ് ഒന്നും നമ്മൾ ബാക്കിലേക്കും വെച്ച് കെട്ടും, ഒന്ന് ഫ്രണ്ടിലേക്കും കെട്ടുന്ന രീതിയിലുള്ള ടോപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വണ്ണം ഉള്ളവരായാൽ പോലും ഇത് വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഈ തുണി എടുക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ കുറവ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 8 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് ആ തയ്യൽ തുമ്പ് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും എല്ലാം എടുത്താൽ മതി. ബാക്കി ആ ലൂസ് കിടക്കും. അപ്പൊ നമുക്ക് അധികം താഴോട്ടുള്ള വേസ്റ്റിലേക്കുള്ള ലൂസ് വരില്ല കേട്ടോ. അങ്ങനാണെങ്കിൽ ആ വേസ്റ്റിന് മാത്രം. മുകളിലേക്കുള്ളത് ബട്ടർഫ്ലൈ ആ ഒരു ഇത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ. അത് അല്ലാതെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ വിട്ട് കുറഞ്ഞ തുണിയിൽ, അതായത് സ്ലീവ് അധികം വേണ്ട, നല്ല ഷേപ്പിൽ ചുമ്മാതെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമുക്ക് ചരടായിട്ട് കെട്ടി എടുക്കാൻ പറ്റും ഇത്. ഓക്കെ. അതായത് സൈഡ് നമ്മൾ കൂട്ടുന്നില്ല. അപ്പൊ സ്ലീവ് ഒന്നും വേണ്ട. സ്ലീവ് ഇതുപോലെ ലൂസായിട്ട് കിടക്കണ്ട. അതായത് ചെറുതായിട്ട് മതി, ചെറിയൊരു സ്ലീവും ആ ഒരു ഷേപ്പിൽ മതിയെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ, അതായത് അപ്പൊ നമുക്ക്
എടുക്കേണ്ട 32 ഇഞ്ച് വീതിയിലുള്ള തുണി മതിയാവും കേട്ടോ. അപ്പൊ വേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റിന്റെ അളവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ 8 ഇഞ്ച് ലൂസ് കൂട്ടി നമുക്ക് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതിൽ ലൂസ് കൂടുതൽ കൊടുത്തേക്കണം. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് വല്ലോ കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാൻ, അതായത് ഈ ബിഗിനേഴ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന്, അതായത് ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ പഠിക്കുന്നവരോ, ഒന്ന് സ്റ്റിച്ച് അറിയാമെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഡ്രസ്സാണിത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും തയ്ച്ചു നോക്കുക. ഇത് വളരെ എളുപ്പമാണ്. ഈ അളവെടുക്കാനും എളുപ്പമാണ്, കട്ട് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ ആ അളവുകളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തയ്ക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. ഞാനപ്പോൾ ഇതിന് ലേസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് നെക്കിൽ. അതായത് വീലും ബാക്കിലും കൂടെ ലേസ് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ നിങ്ങൾ ഈ ഫ്രണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇതിൽ സ്റ്റിഫ് വേണമെങ്കിൽ സ്റ്റിഫ് വെച്ച് കൊടുക്കാം. ഇതിന്റെ സെന്റർ നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്റ്റിഫിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കട്ട് ചെയ്യേണ്ട, കട്ട് ചെയ്യാതെ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിലും ഫ്രണ്ടിലും കൂടെ നിങ്ങൾക്ക് സ്റ്റിഫ് വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിലും വെക്കാം, ഫ്രണ്ടിലും വെക്കാം. വിക്കും യുവിനും കൂടെ ഒരേപോലെ നമുക്ക് സ്റ്റിഫ് അല്ലെങ്കിൽ തുണി നമ്മൾ അതുപോലെ കട്ടിയുള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം അതേപോലെ കട്ട് ചെയ്ത് നമുക്ക് കഴുത്തേൽ അടിച്ചു മറിച്ച് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ലേസാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നോക്കിക്കോളൂ, ഇതെങ്ങനെ വന്നേക്കുന്നത് കണ്ടോ. ബാക്കും ഫ്രണ്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടേക്കാണ്. നോക്കിക്കോളൂ, അതായത് ഫ്രണ്ട് ഞാൻ കെട്ടിയിട്ടില്ല, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എടുത്ത് ഞാൻ കെട്ടിക്കൊടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ ഞാൻ ലൂസാക്കിയിട്ടേക്കാണ്. നോക്കൂ, വീനെക്കിലാണ് ചെയ്തേക്കണത്. ഓക്കെ, കണ്ടോ. ഫ്രണ്ട് ഞാൻ ഇതിങ്ങനെ രണ്ടും ലൂസാക്കിയിട്ടേക്കുന്നു, ബാക്ക് ലൂസാക്കിയിട്ടേക്കുന്നു. ഫ്രണ്ട് ഞാൻ ബാക്ക് ഫ്രണ്ടിലേക്ക് ടൈ ചെയ്തു കണ്ടോ. ഇനി ഈ ഫ്രണ്ട് ബാക്കിലേക്ക് ഞാൻ ടൈ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട് ഞാനിപ്പോൾ ബാക്കിലേക്ക് ടൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് ടൈ ചെയ്യാം. ബാക്ക് ഫ്രണ്ടിലേക്ക് കാണത്തക്ക രീതിയിൽ. ഞാൻ ഫ്രണ്ട് കാണാത്ത രീതിയിൽ ബാക്കിലേക്കാണ് ടൈ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. സ്ലീവ് ഒക്കെ വന്നേക്കുന്നുണ്ട്, വളരെ ഭയങ്കര ഫ്ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഡ്രസ്സ് എല്ലാവരും തയ്ച്ചു നോക്കുക. ഓക്കെ, ബൈ.